ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാനിയൻ ഡസ്കർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പുതിയ ഇലക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം തന്നെ പുതിയ പ്രൈം മിനിസ്റ്ററിൻ്റെ ഹൈ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ എന്താണ് അടുത്ത കാനഡയിൽ നിന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അറിയേണ്ടത്. ഇത് ന്യൂസിലൊക്കെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ അതിൽ നമ്മുടെ പുതിയ പ്രൈം മിനിസ്റ്റർ ആവാൻ ചാൻസ് ഉള്ള പിയർ പുളിയവ് വന്നിട്ട് കൃത്യമായിട്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നല്ല രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളാണ് പുള്ളി പറയുന്ന പ്ലാനുകളൊക്കെ. നമുക്ക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കും കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിട്ട്, സാധാരണ കോമൺ മാനായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പ്ലാൻസാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളിവിടെ വീഡിയോസിലും സ്റ്റുഡൻസായിട്ട് പഠിക്കാൻ വന്നതും പി ആറായിട്ട് പഠിക്കാൻ വന്ന ആൾക്കാർ ഇട്ട വീഡിയോസിൽ നമുക്ക് കാണാം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീടുകൾ കിട്ടാനായിട്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പ്ലാൻസ് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അത് വരാൻ പോകുന്ന ആൾക്കാർക്കും ഗുണമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിങ്ങൾ പറ്റുന്ന പോലെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാനഡയിൽ എന്തായിരിക്കും ഭാവി എന്നുള്ളത് ഏറെക്കുറെ ഇതിന് മനസ്സിലാവും. അപ്പോൾ അതാണ് നമുക്ക് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ വന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൗസിംഗ് ആണ്. കാനഡ നമുക്കറിയാം വളരെ വലിയൊരു രാജ്യമാണ്. വളരെ വലിയതെന്ന് വെച്ചാൽ വളരെ വലിയ, ഇന്ത്യയുടെ എനിക്കൊന്ന് 4 times അങ്ങനെ കണ്ട 4 times 5 times അങ്ങനത്തെ രാജ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ UK, എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് UK നമുക്കറിയാം വലിയ രാജ്യമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ഏരിയ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളവും കർണാടകയും കൂടി പെടുന്ന അത്രേ ഉള്ളൂ UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺട്രിയിൽ ഇത്രയും വലിയൊരു ലാൻഡും ഇത്രയും വലിയൊരു എന്താ പറയുക വുഡും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥലം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഹൗസിങ്ങിന് ക്രൈസിസ് വരേണ്ട ആവശ്യമില്ല. ആക്ച്വലി എല്ലാ റിസോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്, വീട് പണിയാനൊക്കെ എല്ലാത്തിനും. പക്ഷേ അതായത് ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നെയ്ബർ കൺട്രി ആയിട്ടുള്ള US പോലും അതായത് ആവശ്യത്തിന് വീടുകളുണ്ട്, അതായത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് വീടുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ കാനഡയിൽ മാത്രം അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊരു ചെറിയ രാജ്യമല്ല. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് ലാൻഡും ആവശ്യത്തിന് ലംബർ എന്നാണ് പറയണത്, വുഡിന്. അപ്പോൾ ലംബറും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വീട് പണിയാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം എനിക്ക് പണ്ടേ ഉണ്ടായതാണ്. കാരണം ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടെന്ന് എനിക്കൊരു ഉത്തരം ഉണ്ടായില്ല. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇവിടുത്തെ പെർമിറ്റ്, അതായത് നമ്മുടെ ഒരു ബിൽഡർ ഒരു വീട് ഒരു ഏരിയ നമുക്ക് സബ് ഒരു ഏരിയയിൽ വില്ല പോലെ വീടുകൾ പണിയുമ്പോൾ അവിടെ പെർമിറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ കുറേയൊക്കെ ഭയങ്കര സ്ലോ ആണ്, അത് ഫാസ്റ്റാക്കും. അതുമാത്രമല്ല, ഒരു എത്രത്തോളം നിങ്ങൾ അതിന് പെർമിറ്റ് കൊടുക്കും അത്രത്തോളം ഫെഡറൽ ഗവൺമെൻറ്, അതായത് നമ്മുടെ നാഷണൽ ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോട്ട് അത്രത്തോളം ഫണ്ട് എക്സ്ട്രാ, അതായത് നിങ്ങൾ ഇത്രയും ഇത് ചെയ്യുന്നതനുസരിച്ച് അത്രത്തോളം ഫണ്ട് കൊടുക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ കുറേ നൂലാമാലകളായിട്ടുള്ള ഇഷ്ടംപോലെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏരിയ തൊടാൻ പാടില്ല, അത് കൺസർവേഷൻ, ശരിയാണ്, കൺസർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പല റൂൾസും കാര്യങ്ങളൊക്കെ പുള്ളി മാറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ റിലീഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഇതുണ്ട്. അതായത് അത് നമുക്ക് GST, അതായത് ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞ ഒരു റിലാക്സേഷൻ. അതായത് ഫസ്റ്റ് നിങ്ങൾ വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സും ഇല്ല, ഈ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സും ഇല്ല. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 10-40 ലക്ഷം രൂപയൊക്കെയാണ് നിങ്ങൾ അവിടെ തന്നെ സേവ് ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളി പ്രോമിസ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞ വീടുകളുടെ സ്പീഡും കൂട്ടും, അതേപോലെ തന്നെ കുറേ ലാൻഡ് ഫ്രീ അപ്പ് ചെയ്യുന്നുണ്ട്. പല കൺസർവേഷനും കാര്യങ്ങളൊക്കെ പെടുന്ന ലാൻഡുകൾ ഫ്രീ അപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഓരോ സിറ്റികളിലും കാര്യങ്ങളൊക്കെ അതിന്റെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് നിഖിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ, ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ സിറ്റിയിലും വേറെ ഞങ്ങൾ പല സിറ്റികളിലും, ഇപ്പം നമ്മുടെ നാട്ടിലെ സിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ എന്ന് പറയാം. അപ്പോൾ ഞാനതിൽ ബിൽഡിംഗ് പെർമിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ഡിവിഷൻ്റെ പേര് വരെയും അവർ പല രീതിയിലും മാറ്റി ഹൗസിങ് നമ്മുടെ അടുത്ത് കുറേ മെയിലുകൾ നമുക്ക് വരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിൽ ഒരുപാട് സബ് ഡിവിഷൻ്റെയും നമ്മുടെ ഈ വീടുകളിലൊക്കെ പ്രൊജക്ട്സ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് വരെയും ഈ ഹൗസിങ്ങും അതിൻ്റേതായിട്ടുള്ള രീതികളിലൊക്കെ മാറ്റി. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഹൗസിങ് പുള്ളി അത് കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ടാക്സ് കുറക്കുന്നതും ലാൻഡ്സ് ഫ്രീ അപ്പ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ പെർമിറ്റ്സ് കൂടുതൽ ഇഷ്യൂ ചെയ്യുന്ന മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും കൂടുതൽ ഗവൺമെൻറ് ഫണ്ട് കൊടുത്ത് അവരെ കൂടുതൽ എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്.
അപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ പണിയുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് കൂടും. അപ്പോൾ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ആൾക്കാർ കൂടുതൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസും കമ്പനീസും വന്ന് കൂടുതൽ പണിയും. അതിൻ്റെ ഒരു സ്റ്റാർട്ട് നമുക്ക് ഇപ്പോഴേ കാണാം. കാരണം അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഡിവിഷനിൽ തന്നെ പേര് തന്നെ മാറ്റിക്കളഞ്ഞത്. അപ്പോൾ ഹൗസിങ്ങിൻ്റെ കാര്യത്തിൽ അത് ഒരു സെക്ഷനിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതേപോലെ ഞങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴത്ത് എൻക്വയറി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും അഡ്വൈസ് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളെ പേഴ്സണലി ചിലപ്പോൾ വിളിക്കാൻ പറ്റുന്ന ആൾക്കാർ വിളിക്കണം അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാറ്റിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കലി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഉള്ളവർ ഡെഫിനറ്റ്ലി എൻക്വയറി എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് അതിൽ കാണിക്കുക. നമുക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ലാത്തവർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്, അതായത് കാർബൺ ടാക്സ് കട്ട് ചെയ്യും എന്നുള്ള കാര്യം. അതായത് ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഓരോ പ്രൊമോഷൻ വീഡിയോസിൽ തന്നെ നമുക്ക് കാണാം മാക്സ് ടാക്സ് എന്നാണ് ഇവർ പറയണത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കാർബൺ ടാക്സ് എന്തിനാണ് ഇവിടെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്രീൻ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് കാനഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ പ്രൊഡക്ഷനും മാനുഫാക്ചറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റേതിനകത്തോട്ട്, അതായത് ഇപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ്, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ഓഫ് ഐറ്റംസോ അല്ലെങ്കിൽ അതായത് കൂടുതൽ ഈ എമിഷൻസ്, അതായത് കാർബൺ എമിഷൻസ് കുറയ്ക്കാനായിട്ടുള്ള എന്തും അവർ വെട്ടിച്ചുരുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാറാണെങ്കിലും ഈ കാർബൺ ടാക്സ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ എമൗണ്ട് നമുക്കറിയാം, ഒരു ഫ്യൂവലിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചിരിക്കുന്ന ഈ പറഞ്ഞ ഗ്രോസറിയുടെ എമൗണ്ട് കൂടും. അപ്പോൾ അതിനെ സംബന്ധിച്ചിരിക്കുന്ന ലോജിസ്റ്റിക്സിൻ്റെ എമൗണ്ട് കൂടും. അതിനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാർമറിൻ്റെ പൈസ കൂടും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ പുള്ളി ടാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടാക്സ് ഈ പറഞ്ഞ കാർബൺ ടാക്സ്, അതായത് 3 പ്രാവശ്യം കണ്ടാണ് ട്രൂഡോ കാർബൺ ടാക്സ് കൂട്ടിയത്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സ് കാനഡയിലോ യു എസിലോ അല്ലെങ്കിൽ യു കെയിലോ മാത്രം കൊണ്ടുവന്ന് നമ്മളിവിടെ എമിഷൻ കുറച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം അതിന്? അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആക്ച്വലി ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഔട്ട്സോഴ്സ് ചെയ്യണം, അതായത് മെയിനായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യണ ഇന്ത്യ, ചൈന, വിയറ്റ്നാം, അങ്ങനെ അതായത് കോസ്റ്റ് ഓഫ് ലേബറും കാര്യങ്ങളൊക്കെ കുറവുള്ള കൺട്രിയിലായിരിക്കും ഇവർ ഔട്ട്സോഴ്സ് ചെയ്യണത്. അപ്പോൾ അങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ആ ഒരു ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ഇതിന്റെ പ്രോസസ്സിങ്ങും വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതെ, അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലത്ത് മാത്രം ഇത് കൺട്രോൾ ചെയ്തിട്ട് പക്ഷേ നമ്മൾ തന്നെ ഇവർക്ക് പ്രൊജക്റ്റ് അങ്ങനെ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആക്ച്വലി ഇത് ഇവിടെ ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യാനേ പാടില്ല, ചെയ്യണം. മൊത്തത്തിലൊരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു പോളിസിയാണ് വരേണ്ടത്. അതായത് വെസ്റ്റേൺ കൺട്രി മാത്രം ഇപ്പോൾ യു കെ ഒക്കെ 2030-35 നെറ്റ് സീറോ, അതായത് നെറ്റ് സീറോ എന്ന് വെച്ചാൽ ഒട്ടും എമിഷൻ ഇല്ലാത്തൊരു കൺട്രി ആക്കി മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതൽ. കാരണം നമ്മൾ അല്ലെങ്കിൽ കാനഡയും യു കെയും യു എസ് ഒക്കെ അത് പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും നല്ല കാര്യമാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചും ഇതൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഫോറസ്റ്റ് ഫയറും പല കാര്യങ്ങളും ഗ്ലോബൽ വാർമിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടുന്ന് മാറ്റി അത് ചൈനയിൽ കൊണ്ടുപോയി ചെയ്യുമ്പോൾ ചൈനക്കാർക്ക് അവിടെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിൾ കാർബൺ എമിഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡബിൾ കാർബൺ എമിഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ഭാഗത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, മറ്റേ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അതിനൊരു ചേഞ്ച് കൊണ്ടുവരാതെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എമിഷൻസ് മൊത്തത്തിൽ അതിന് നമ്മൾ ഗ്ലോബൽ പോളിസി വേണം, അല്ലെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ നടക്കും, കൂടുതൽ ജോബ്സ് വേണം. കാരണം ഇപ്പോൾ ഉള്ള ജീവിക്കുന്ന ആൾക്കാർക്കും കൂടി കൺസിഡറേഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ഡ്രിൽ ബേബി ഡ്രിൽ, അതായത് പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഓയിലും ഇതൊക്കെ ഡ്രിൽ ചെയ്ത് ഇവിടെയും കൂടുതൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറയും, കുറച്ച് തീ പിടിച്ചിരിക്കുന്ന വിലയൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആവും. അതായത് ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ, അതായത് പഴയ ഒരു അവസ്ഥയിലേക്ക്, അതായത് അത്രയും എത്തിയില്ലെങ്കിൽ പോലും എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു തീപിടുത്ത സെറ്റപ്പിൽ നിന്ന് ഒന്ന് ശമനം വരുത്താനായിട്ട് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ, അതുകൊണ്ടാണ് പറഞ്ഞത് ഹൗസിങ്ങും കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രൈം റേറ്റ്സ്, അതായത് കമ്പയർ ടു പ്രീവിയസ് ഇയർ എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ അതെ ആ ഒരു സമയം മുതൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്രൈം റേറ്റ് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്.
അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാച്ച് ആൻഡ് റിലീസ് പോളിസി എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അത് സ്ലോ ആയിട്ട് പറയാം, ക്യാച്ച് ആൻഡ് റിലീസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അതായത് ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ ജയിലിൽ പിടിച്ചിട്ടു, അത് ജയിലിൽ പിടിച്ചിടുന്ന ഒരു സംഭവം പോലും ഇവിടെ ഉണ്ടോ? അതായത് നമ്മൾ അവരെ ഒഫൻസിന് പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ കാർ തെഫ്റ്റ് ആയിക്കോട്ടെ, ഒരു വീട് പൊളിച്ചകത്ത് കയറിയിക്കോട്ടെ, അവരെ പിടിച്ച് അവരുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെച്ചിട്ട്, എനിക്ക് അതിന്റെ കൂടുതൽ അറിയില്ല കാരണം നമ്മൾ ഇതിനെ പുറകെ പോകേണ്ട കാര്യമില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഈ റിലീസ് ചെയ്ത ആൾ തന്നെയാണ് പിന്നെയും ക്രൈം ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ ഒഫൻസ്. അതായത് ഇവിടെ ക്രിമിനൽസ് അല്ല കൂടുതൽ, ആ ഒരേ ആള് തന്നെ പിടിച്ച് ഇറങ്ങി അപ്പോൾ മൾട്ടിപ്പിൾ ഒഫൻസ്. അപ്പോൾ നോക്കുമ്പോൾ ആ ഒരേ ആൾ തന്നെ ഒരു മാസം 10 ക്രൈം ചെയ്തിട്ടുണ്ടാവും, 10 കാറ് മോഷ്ടിച്ചിട്ടുണ്ടാവും, 10 വീട് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 ഒരാളെ 5 പേരെ കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരാളെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ 10 ക്രൈമാണ് കുറയുന്നതെന്ന് ആലോചിക്കണം. അത് കൺസർവേറ്റീവിൻ്റെ സമയത്ത് ഉണ്ടായില്ല. തലക്ക് വെളിവുള്ള ഒരു മനുഷ്യൻ പോലും ക്രിയേറ്റ് ചെയ്യാത്ത ക്യാച്ച് ആൻഡ് റിലീസ് പോളിസിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ ചിന്തിച്ചു വേണം. ഇത് കാനഡയിൽ മാത്രമല്ല കേട്ടോ, ഇത് US-ലുണ്ട്. US-ൽ എനിക്ക് തോന്നുന്നത്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, എന്നാലും ഇത് നമ്മുടെ ട്രംപിനെ അഗേൻസ്റ്റ് നിന്ന പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് കൊണ്ടുവന്നത് US-ൽ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? അതായത് ക്യാച്ച് ആൻഡ് റിലീസ്, ആൾക്കാരെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അതായത് പ്രൊമോട്ട് ചെയ്യണം. അതെ, അതായത് സാധാരണ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആൾക്കാരെ പോലും ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പ്രൊമോഷൻ കൊടുക്കണ പോലെ. കാരണം എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ ഉടനെ തന്നെ റിലീസ് ചെയ്ത് വിടുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംഭവമാണ് പുള്ളി മൊത്തത്തിൽ കട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതായത് ജയിലിൽ ഇടും എന്നുള്ളത് തന്നെ. അപ്പോൾ മാക്സിമം ജയിലിലിട്ട ആ ഒരു ഒരാൾ ചെയ്യുന്ന ഒരു ക്രൈം വരുള്ളൂ. അപ്പോൾ അതിലൂടെ നമുക്ക് ആ ക്രൈം എന്നുള്ളത് ഇപ്പോൾ 250-300% ഇരിക്കുന്നത് ഒരു 70-ലോ. അതായത് പണ്ടത്തെയൊക്കെ കാനഡ എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ക്രൈം റേറ്റ്സ്, നമ്മൾ ആ പണ്ടത്തെ ലിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ക്രൈം റേറ്റ്സ് ഭയങ്കര കുറവുള്ള ഒരു കൺട്രി ആയിരുന്നു കാനഡ. അതിപ്പോൾ മാറി ശരിക്കും പറഞ്ഞാൽ ഒരു ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇത്രയും ക്രൈം റേറ്റ്സ് ഒക്കെ കൂടുതൽ കൺട്രി. ഒരു ക്രൈം ഒന്നിന്റെ ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല രാജ്യത്തു നിന്നും വന്നിട്ട് കൊടി പിടിക്കണതിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിനെ അവർ പുള്ളി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഡീപ്പോർട്ടേഷൻ, അത് ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. അത് ഡീപ്പോർട്ടേഷനിലോട്ട് കൊണ്ടുപോകും. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സൈഡിൽ നിന്നാലും ഒരു കുഴപ്പമുള്ള കാര്യമല്ല, പക്ഷേ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരു തർക്കമില്ല. അപ്പോൾ ക്യാച്ച് ആൻഡ് റിലീസ് പോളിസിയുടെ ഒരു കാര്യം എടുത്ത് മാറ്റി ജയിലിലോട്ട് തിരിച്ച്. പിന്നെ അതുപോലെ തന്നെയാണ് ക്രിമിനൽ ആക്ടിവിറ്റി കൂടാനുള്ള വേറൊരു റീസൺ, ഡ്രഗ്സിൻ്റെ യൂസ് ഭയങ്കര കൂടുതലാണ്. അതായത് നേരത്തെ ഒന്നും ഇത്രയും യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ലീഗലി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്കിപ്പോൾ എന്ത് സാധനം ലീഗലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് റൈറ്റാണ്, നമ്മുടെ റൈറ്റാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതായത് കാനഡയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പച്ചമലത്തിൽ പറഞ്ഞാൽ കഞ്ചാവ് അല്ലെങ്കിൽ മരിവാന അല്ലെങ്കിൽ കാനബീസ് അത് ലീഗലാണ്. അതുകൂടാണ്ട് ഫെൻറ്റനോൾ എന്ന് പറഞ്ഞ ഡ്രഗ്സും അല്ലെങ്കിൽ വേറെ എന്തുകൊണ്ടൊക്കെ ഒരു സേഫ് ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഗവൺമെൻറ് തന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് സേഫ് സൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ, ഗവൺമെൻറ്റായിട്ട് വെച്ചേക്കുന്ന സ്ഥലങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്നോ എന്താണ്ടൊക്കെ ഒരു പേര് വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നെക്സ്റ്റ് കാര്യം, അതായത് ഹോംലെസ്നെസ് വരുന്നത്. അതായത് ഇവിടെ റോട്ടിൽ നടക്കുന്ന കുറേ ചപ്പ് ചേറ് പോലെ കിടക്കുന്ന, നമ്മുടെ നാട്ടിൽ എന്താ പറയുക, റോഡിലൊക്കെ കിടക്കുന്ന ആൾക്കാരെ പോലെ തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ കിടക്കുന്നത്. കാരണം ഇവർക്ക് ഇത് മതി, ഇത് വെച്ച്. ശരിക്കും നമ്മളാണെങ്കിലും പല സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ, ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തന്നെ പറയും ഇവരൊക്കെ ആക്ച്വലി അതായത് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കാനഡയാണ്, അതായത് സായിപ്പന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ എന്തുകൊണ്ടൊരു ജോലി, ഇവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഒരു പക്ഷേ ഇവരുടെ പേരൻസ് ഒക്കെ തന്നെ ഓൾറെഡി ബിൽഡ് ചെയ്തേക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരാൻ കാര്യമുള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മോർഗേജ് അടക്കണം, അവർക്കൊക്കെ ഓൾറെഡി ഒരു വീട്, നമ്മളെല്ലാം സ്ക്രാച്ച് ചെയ്ത്, അതായത് അവർക്കൊരു വീടുണ്ട്, അവർക്ക് ഓൾറെഡി നല്ല ലെവൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ജോബ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നിക്കലായിട്ടല്ലാത്ത ഇഷ്ടം പോലെ മാനേജ്മെൻറ്റ് ജോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് പോലും ഈ റോട്ടിൽ കിടന്ന്, നമ്മുടെ നാട്ടിലെ പോലുള്ള അവസ്ഥയല്ല, ഇത്രയും നല്ല നാടുകളിലൊക്കെ ഇത്ര നല്ല സാലറിയും ഇതൊക്കെ കിട്ടുമ്പോൾ അതുപോലും യൂസ് ചെയ്യാൻ അറിയാൻ പോലാത്ത കുറേ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ഡ്രഗ്സ് ഒക്കെ അടിച്ച്, അപ്പോൾ ഈ ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട് ലീഗലായിട്ട്, അപ്പോൾ അതും എടുത്ത് കളയുന്നതാണ് പറയുന്നത്. അപ്പോൾ ഹോംലെസ്നെസ് കുറക്കാനായിട്ട് ഡ്രഗ്സ് എടുത്ത് കളയുന്നു. പിന്നെ അഫോർഡബിൾ ഹോം വരുമ്പോൾ തന്നെ, അതായത് കമ്മ്യൂണിറ്റി ഹൗസിങ്, അഫോർഡബിൾ ഹൗസിങ്, പറഞ്ഞ പോലെ വീടുകളുടെ വില കുറക്കുമ്പോൾ ഈ റോട്ടിൽ കിടക്കുന്ന വീടുകളുടെ പ്രശ്നം കാരണം റോട്ടിൽ കിടക്കുന്ന ആൾക്കാരും കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹൗസിങ്, ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ കാർബൺ ടാക്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൈം, പിന്നെ ഹോംലെസ്നെസ്, പിന്നെ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇമിഗ്രേഷൻ. അപ്പോൾ ഇത് കൂടാണ് പല കാര്യങ്ങളും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് കാനഡയിൽ പുള്ളി പറഞ്ഞേക്കുന്ന മാനിഫെസ്റ്റോയിൽ പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ. മാനിഫെസ്റ്റോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അടുത്ത എനിക്ക് തോന്നുന്നു ഒരു 8 കൊല്ലം ഞാൻ പ്രതീക്ഷിക്കുന്നത് കാനഡയിൽ കൺസർവേറ്റീവ് ആണ്. കാരണം എന്നാലാണ് ഒരു സ്റ്റെബിലിറ്റി വരുള്ളൂ കാനഡയിൽ. കാനഡ ഇപ്പോൾ വളരെ ബാലൻസ് തെറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് അവരാണ്
ഇവിടുത്തെ ജനവികാരം മൊത്തം അവർക്ക് വേണ്ടി. അപ്പോൾ അതുപോലെ തന്നെയാണ് ട്രംപ് അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയാണ്, ഇവിടെ മൊത്തത്തിൽ കൺസർവേറ്റീവ് ആണ് ഇപ്പോൾ ഇനി വരാനായിട്ട്, അതായത് റൈറ്റ് വിങ് വരാനാണ് സാധ്യത. അപ്പോൾ ജസ്റ്റ് ഇത് പറയുന്നത് വെച്ചാൽ ഇത് ആശയങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ കാനഡ ബെറ്റർ ആവും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ഡിമാൻഡ് ജോബ് ഹൈ ഡിമാൻഡാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കയറി വരാം. കാനഡ ഒരു നല്ല രാജ്യം തന്നെയാണ്. പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്താണേലും ഒരു 1 month കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കറിയാം പോളിസി ചേഞ്ചസും കാര്യങ്ങളും പുതിയത് വരും. അപ്പോൾ പറ്റുന്ന ആൾക്കാർ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വരാൻ ശ്രമിക്കുക. കാരണം പുതിയ എന്ത് കാര്യങ്ങളാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു മാസം ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ എന്തായാലും ധൃതി പിടിച്ചാലും വരരുത്. ഈ ഒരു ഇത്ര നാൾ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രാജ്യത്ത് പോകാണെങ്കിൽ പോവുക. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പി ടു ഹെൽപ്പാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇൻക്വയറി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പതുക്കെയാണെങ്കിലും നമ്മൾ അതിൽ റെസ്പോണ്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 1-2 days നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് കൂടെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് തിരിച്ച് കോൺടാക്ട് ചെയ്യും. നമുക്കറിയാവുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് പറ്റുന്ന പോലെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ.